ബി.ജെ.പി. നേതാവ് സഹകരണ വകുപ്പിലെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനായി വ്യാജരേഖ നിർമ്മിച്ചുവെന്ന് കണ്ടെത്തി. ബി.ജെ.പി. തിരുവനന്തപുരം സൗത്ത് ജില്ലാ ട്രഷറർ വി.എൻ. മധുകുമാറാണ് ക്രമക്കേട് നടത്തിയത്. നെയ്യാറ്റിൻകര പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ പ്യൂണായിരുന്ന മധുകുമാർ ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലെത്താൻ വ്യാജരേഖ ചമച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറാണ്. മധുകുമാറിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ വാങ്ങിയ ശമ്പളം തിരിച്ചുപിടിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. റാഹിസ് റഷീദ് വിവരങ്ങളുമായി. റാഹിസ്, ഇപ്പോൾ എന്താണ് ഈ തിരിമറി? വിദ്യാഭ്യാസ യോഗ്യതയിലാണോ തിരിമറി കാണിച്ചിരിക്കുന്നത്? അങ്ങനെ തിരിമറി കാട്ടി എത്ര നാൾ ഈ സൂപ്പർവൈസർ പദവിയിൽ തുടർന്നിട്ടുണ്ട്? സ്മൃതി, പ്യൂണായി നെയ്യാറ്റിൻകര കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ജോലിക്ക് കയറിയ ബി.ജെ.പി. നേതാവായ വി.എൻ. മധുകുമാർ പിന്നീട് ജൂനിയർ ക്ലർക്കും സൂപ്പർവൈസറും ആകുന്നതിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ യോഗ്യതയിൽ കൃത്രിമം കാണിച്ചത്. വ്യാജമായ രേഖകൾ ബികോം മേഘാലയയിലുള്ള ഒരു സർവകലാശാലയിൽ നിന്ന് താൻ ബികോം പൂർത്തിയായി വിജയിച്ചു എന്ന ഒരു രേഖ ബാങ്കിന് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം നേടുകയുമാണ് ചെയ്തത്. ഇതിൽ സംശയം തോന്നിയ ചില ജീവനക്കാർ സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് അടുത്തിടെയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ മാസം സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഇതിൽ നടത്തിയ പരാതിയിൽ വിശദമായ റിപ്പോർട്ട് സഹകരണ വകുപ്പ് മന്ത്രിക്ക് നൽകി. ആ റിപ്പോർട്ടിലാണ് ബികോം സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന കാര്യം വ്യക്തമായത്. ബാങ്ക് സെക്രട്ടറിയും ഇതിൽ അന്വേഷണം നടത്തിയ സഹകരണ വകുപ്പ് രജിസ്ട്രാറും ഇതിൽ മധുകുമാർ പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെന്നും ഇങ്ങനെ ഒരാൾ പേറോളിൽ ഇല്ല എന്നും വ്യക്തമാവുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് സഹകരണ വകുപ്പിൻ്റെ തീരുമാനം. ഇതിനനുസരിച്ച് ബാങ്കിന് നിർദ്ദേശവും നൽകി. നിലവിൽ ഇദ്ദേഹം സസ്പെൻഷനിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നലെ ഇദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് വ്യാജരേഖ ചമച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് വ്യാജരേഖയല്ല, താൻ ഡിസ്റ്റൻസായി പരീക്ഷ എഴുതി വിജയിച്ചതാണ്, തപാലിലാണ് സർട്ടിഫിക്കറ്റ് വന്നത് എന്നൊരു വാദമാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ആ വാദം സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇതിനകം തന്നെ പൊളിഞ്ഞു പോയതാണ്. തിരുവനന്തപുരം ബി.ജെ.പിയുടെ സൗത്ത് ജില്ലാ ട്രഷററായി അടുത്തിടെ വി.എൻ. മധുകുമാർ എത്തുകയും ചെയ്തിരുന്നു. സ്മൃതി, വാർത്തയിൽ ബി.ജെ.പിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ റാഹിസ്? നേതാക്കളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അന്വേഷിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഞങ്ങൾക്കില്ല. ബി.ജെ.പി. എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം കാണിച്ചതായി അറിയില്ല. ഇപ്പോൾ വന്ന വാർത്ത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഒരു പ്രതികരണം നടത്താമെന്നാണ്. നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവരുടെ പ്രതികരണം അങ്ങനെയാണ്. ഇതിൽ ഏതാണ്ട് അവരും കൈയഴിയുന്ന ഒരു മട്ടാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സ്മൃതി, ഇതിപ്പോൾ ഒരു ചുമതല വഹിക്കുന്ന നേതാവ് കൂടിയാണല്ലോ പ്രാദേശികമായി. അപ്പോൾ സസ്പെൻഷനിലായ വിവരമൊന്നും പാർട്ടി അറിഞ്ഞിട്ടില്ല എന്നാണോ? പാർട്ടിക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ ഇദ്ദേഹം കൃത്രിമം കാണിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇല്ല എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും ബാങ്ക് ഭരണസമിതിയുടെ കൂടി അറിവോട് കൂടിയാണോ ഇത്തരം ഇടപാടുകൾ നടന്നത് എന്ന സംശയം ആ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. മുമ്പും ഇതേ തരത്തിലുള്ള ചില കൃത്രിമങ്ങൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന ചില ആളുകളുടെ പ്രൊമോഷനിലും മറ്റും നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കോൺഗ്രസ് ഭരണസമിതിയുടെ ഒത്താശയോട് കൂടിയാണോ ഇത്തരം വ്യാജരേഖ ചമക്കലും ആ രേഖയുടെ അടിസ്ഥാനത്തിൽ പ്രൊമോഷനും മറ്റും നൽകിയത് എന്നൊരു സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. സ്മൃതി, ശരി. റാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. വി.എൻ. മധുകുമാറിനെതിരെ കർശന നടപടിക്കുള്ള ശുപാർശ ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു.